ഇനി കണ്ണൂരിൽ നിന്നൊരു വാർത്തയിലേക്ക് പോയാൽ കണ്ണൂർ പുല്ലൂപ്പിയിൽ ലഹരി വിൽപ്പനക്കാരനെ വീട് വളഞ്ഞു പിടികൂടി. നാട്ടുകാരും എക്സൈസും ചേർന്നാണ് പുല്ലൂപ്പി സ്വദേശി റോയിയെ പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 200 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിങ്. ഇയാൾ ലഹരി വിൽപ്പനക്കാരനാണ് എന്നുള്ള കാര്യം മുൻപ് അറിയാമായിരുന്നോ? ഏത് രീതിയിലാണ് ഇയാളുടെ വീട്ടിൽ ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് ഇടയായത്? ക്രിസ്റ്റീന, കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് കഞ്ചാവ് വാങ്ങാൻ വന്ന 2 യുവാക്കളെ നാട്ടുകാർ കൈയോടെ പിടികൂടുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. അന്ന് ഈ യുവാക്കൾക്ക് ഈ ലഹരി മരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് ആരാണ് വിൽപ്പന നടത്തിയെന്ന് സംബന്ധിച്ചുള്ള പരിശോധനയും അന്വേഷണവും നടത്തിയിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ പുല്ലൂപ്പി സ്വദേശിയായിട്ടുള്ള റോയ് തന്നെയാണ് ഈ കഞ്ചാവ് യുവാക്കൾക്ക്, അവിടെ എത്തുന്ന യുവാക്കൾക്കൊക്കെ കഞ്ചാവ് നൽകുന്നത് എന്ന കാര്യം പോലീസിനും പിന്നീട് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. ഈ പുല്ലൂപ്പിയിൽ കഴിഞ്ഞ കുറെ നാളായി നാട്ടുകാരുടെ ഈ ലഹരി വിരുദ്ധ സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട്, സജീവമായി തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ റോയ് ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ രാത്രിയാണ് റോയ് വീട്ടിലേക്ക് എത്തിയത്. എത്തിയതറിഞ്ഞ് നാട്ടുകാർ എക്സൈസിന് വിവരമറിയിച്ചു. അങ്ങനെ രാത്രി 12 മണിയോടെയാണ് വീട് വളഞ്ഞ് ഈ റോയിയെ എക്സൈസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത്. റോയി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് എക്സൈസ് കൊണ്ടുപോവുകയായിരുന്നു. ഈ പിടികൂടുന്ന ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് 200 ഗ്രാം കഞ്ചാവ് കൂടി പിടികൂടിയിട്ടുണ്ട്. ഈ മയിൽ, പുല്ലൂപ്പിക്ക്, കണ്ണാടിപ്പറമ്പ്, അതോടൊപ്പം തന്നെ ഈ റോയിയുടെ ഭാര്യ വീട് ആയിട്ടുള്ള മാട്ടൂരിൽ ഉൾപ്പെടെ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നത് ഈ റോയി ആണ് എന്ന വിവരം എക്സൈസിനും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെയാണ് ഇത്തരമൊരു നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ഇയാളെ പിടികൂടിയത്. പിടികൂടുന്ന ഘട്ടത്തിൽ 200 ഗ്രാം കഞ്ചാവ് മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ. സ്വാഭാവികമായും ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ കൂടുതൽ നടപടികൾ, ഇയാൾക്കെതിരെ അന്വേഷണവും നടപടിയും വേണം എന്നൊരു ആവശ്യവും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിടികൂടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുമുണ്ട്. ശരി.